സംവിധായകൻ നാദൃഷയുടെ വളർത്തുപൂച്ചയുടെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആശുപത്രിക്ക് അനുകൂലമായിരിക്കുകയാണ്. പ്രശസ്ത സിനിമാ സംവിധായകൻ നാദൃഷയുടെ വളർത്തുപൂച്ചയുടെ മരണവുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടത്തെ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നാദൃഷയുടെ പേർഷ്യൻ ഇനത്തിൽപ്പെട്ട പൂച്ചയായ സ്നോബെൽ മരണപ്പെട്ടത്. ഗ്രൂമിങ്ങിനായി ആശുപത്രിയിൽ എത്തിച്ച പൂച്ച മയക്കുമരുന്ന് നൽകുന്നതിന് ഇടയിലാണ് ജീവൻ നഷ്ടമായത് എന്നാണ് പരാതിയിൽ പറഞ്ഞത്. എന്നാൽ പൂച്ചയുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പാലാരിവട്ടം പോലീസ് ആശുപത്രിക്ക് എതിരായ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 4 വർഷത്തോളമായി നാദൃഷയുടെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു സ്നോബെല്. ഗ്രൂമിംഗ് ചെയ്യുന്നതിനായി നാദൃഷ തന്റെ മകൾക്കൊപ്പം പാലാരിവട്ടത്തെ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ എത്തുകയായിരുന്നു. തുടർന്നാണ് പൂച്ച മരണപ്പെടുന്നത്. പൂച്ചയെ ഗ്രൂമിംഗ് ചെയ്യണം എന്ന് പറഞ്ഞ് ആശുപത്രി ജീവനക്കാർ അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഗ്രൂമിങ്ങിന് മുൻപായി പൂച്ചയ്ക്ക് സെഡേഷൻ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പൂച്ചയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മയക്കുന്നതിലുണ്ടായ പിഴവാണ് മരണകാരണം എന്നായിരുന്നു നാദൃഷയുടെ പ്രധാന ആരോപണം. കൂടാതെ പൂച്ചയ്ക്ക് അക്രമാസക്തമായ സ്വഭാവമുണ്ടെന്നും മയക്കാതെ കുളിപ്പിക്കാൻ സാധിക്കില്ലെന്നും മകൾ ആശുപത്രി ജീവനക്കാരോട് വ്യക്തമാക്കിയതായും നാദൃഷ ആരോപിച്ചു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ചെവികൊള്ളാതെ ജീവനക്കാർ പൂച്ചയെ വലിച്ചിഴച്ച് ചരട് കെട്ടി വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് നാദൃഷ പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം പൂച്ച ചത്തുവെന്ന് ജീവനക്കാർ തങ്ങളെ അറിയിക്കുകയായിരുന്നെന്നും നാദൃഷ തന്റെ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാദൃഷയുടെ വൈകാരികമായ പ്രതികരണവും നിയമ നടപടികളും പൂച്ചയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതീവ ദുഃഖിതനായ നാദൃഷ ഉടൻ തന്നെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും അദ്ദേഹം തന്റെ വേദനയും രോക്ഷവും പങ്കുവെക്കുകയുണ്ടായി. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ നല്ല ആരോഗ്യവാനായ തങ്ങളുടെ ക്യാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ പേരിൽ ഒന്നും അറിയാത്ത കുറെ ബംഗാളികളുടെ ഒപ്പം മലയാളികളുമുണ്ട്. കയ്യിൽ കൊടുത്ത് കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരുടെ ഈ ഹോസ്പിറ്റലിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ പെറ്റിനെ കൊണ്ടുവരരുത്. അത് അബദ്ധമാണ്. ഇവിടെ ഉള്ളവർക്ക് ഒരു തേങ്ങയും അറിയില്ല. ഒരു വിവരവും ഇല്ലാത്ത വിദ്യാഭ്യാസവും ഇല്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റിനെ നൽകരുത് എന്നാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത്. ആശുപത്രി അധികൃതർ തന്റെ പൂച്ചയെ ബോധപൂർവം കൊലപ്പെടുത്തുകയാണെന്നും വളർത്തുമൃഗമുള്ളവർ ഈ ആശുപത്രിയിൽ പോകരുത് എന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെയാണ്. വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യം. നാദൃഷയുടെ പരാതി തുടർന്ന് കേസിന്റെ നിജസ്ഥിതി അറിയുന്നതിനായി പൂച്ചയുടെ മൃതദേഹം ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലാരിവട്ടം പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ റിപ്പോർട്ടിലെ കണക്കുകൾ കൊണ്ടാണ് നാദൃഷയുടെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പൂച്ചയുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് സ്ഥിരീകരിച്ചത്. പൂച്ചയ്ക്ക് നേരത്തെ നിലവിലുണ്ടായിരുന്ന ചില അസുഖങ്ങളും മരണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നാദൃഷ ആരോപിച്ചതുപോലെ പൂച്ചയെ ജീവനക്കാർ വലിച്ചിഴച്ചു കൊണ്ടുപോയതിന്റെ ഒരു തെളിവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടിട്ടില്ല എന്നും പറയുന്നു. പൂച്ചയുടെ കഴുത്തിൽ വലിഞ്ഞു മുറുകിയ പാടുകളോ മറ്റു മുറിവുകളോ ഒന്നും തന്നെ ഇല്ല എന്നും റിപ്പോർട്ടിൽ പ്രത്യേകം വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇത് ജീവനക്കാർക്ക് പൂച്ചയോട് ക്രൂരമായി പെരുമാറി എന്ന നാദൃഷയുടെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. അതേസമയം ആശുപത്രി അധികൃതരുടെ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത്യന്തം തെളിവുകളോടെ സംഭവം നടന്നതു മുതൽ തങ്ങൾ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന നിലപാട് ശക്തമായി ഉയർത്തുകയാണ് എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ അധികൃതർ. പൂച്ചയെ മയക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും അതേ നേരം തന്നെ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരുടെ വാദങ്ങളെ ശരിവെക്കുന്നതും ആശുപത്രിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുമായി മാറിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാദൃഷയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയതോടെ പാലാരിവട്ടം പോലീസ് ആശുപത്രിക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവം വളർത്തുമൃഗങ്ങളുടെ പരിചരണത്തെക്കുറിച്ചും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന വൈദ്യപരമായ സങ്കീർണതകളെ കുറിച്ചുമുള്ള ഒരു പൊതുബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വാർത്ത ഓർമ്മപ്പെടുത്തലാവട്ടെ. വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും വിദഗ്ധ പരിചരണവും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.